റോമർക്കെഴുതിയ ലേഖനം 11:15. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയിർപ്പെന്നല്ലാതെ എന്താകും? ലോകത്തിൻ്റെ ഘടികാരമെന്നറിയപ്പെടുന്ന ജനതയാണ് യഹൂദർ. അവരുടെ ചരിത്രം പഠിച്ചാൽ ലോക ചരിത്രത്തിലെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഈ ജനതയുടെ സ്ഥാനം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിർണായകമായ സംഭവങ്ങൾ അവരുമായി ബന്ധപ്പെട്ടതോ അവരെ കേന്ദ്രീകരിച്ചുള്ളതോ ഒക്കെ ആയിരിക്കും. ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന യഹൂദർ പല കാലഘട്ടങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗത്ത് അതികഠിനമായ വംശഹത്യയുടെ ഇരകളായിട്ടുണ്ട്. അതിദാരുണമായ പീഡകൾ അനുഭവിച്ചിട്ടുണ്ട്. ആരുമായും ഇടകലരാത്ത അവരുടെ വംശീയബോധം, കൂർമ്മബുദ്ധി, കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ്, മറ്റുള്ളവരെ കഠിനമായി വഞ്ചിക്കാൻ മടിയില്ലായ്മ, സാമ്പത്തിക അഭിവൃദ്ധി, അങ്ങനെ പല കാരണങ്ങളും ഈ പീഡകൾക്ക് പിന്നിലുണ്ടെങ്കിലും ആത്യന്തികമായി ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും ദൈവം അയച്ച രക്ഷകനെ തള്ളിക്കളയുകയും ചെയ്തതിൻ്റെ ഫലമായാണ് ഇതെല്ലാം സംഭവിച്ചത്. രക്ഷകനായ മിശിഹായെ അവർ തള്ളിക്കളഞ്ഞെങ്കിലും ദൈവം അതിനെ എല്ലാ മനുഷ്യർക്കുമുള്ള രക്ഷാ കവാടമാക്കി തീർത്തു. ഇന്ന് യേശുക്രിസ്തുവിനെ അംഗീകരിച്ചവരെയാണ് ദൈവം തൻ്റെ ജനമായി അംഗീകരിച്ചിരിക്കുന്നത്. ആയതിനാൽ യഹൂദർക്ക് ദൈവജനം എന്ന പദവിയിൽ നിന്ന് ഭ്രംശം സംഭവിച്ചു. അവരുടെ ഭ്രംശം മറ്റുള്ളവർ ദൈവവുമായി നിരക്കുന്ന വലിയ ദൈവിക പദ്ധതിക്ക് സാക്ഷ്യം വഹിച്ചു. എന്നാൽ ദൈവം അവരെ എന്നേക്കും തള്ളിക്കളഞ്ഞിട്ടില്ല. അവർ തള്ളിപ്പറഞ്ഞ യേശുവിനെ അംഗീകരിക്കുകയും രക്ഷിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരും. ലോകം മുഴുവൻ അവർക്കെതിരായി അവരെ ഇല്ലായ്മ ചെയ്യാൻ വരുന്ന സമയമായിരിക്കും അത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ അവരെ ദൈവം അംഗീകരിക്കുന്ന ഈ സമയത്ത് മറ്റൊരു വലിയ സംഭവത്തിന് ലോകം സാക്ഷ്യം വഹിക്കും എന്ന് മുന്നറിയിച്ചിരിക്കുന്നതാണ് ഇവിടെ. അത് മരിച്ചവരുടെ ഉയിർപ്പ് എന്ന മഹാസംഭവമായിരിക്കും. ഇന്നത്തെ സംഭവങ്ങൾ നാം അതിനോട് വേഗം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണിച്ചു തരുന്നു. നമുക്ക് എപ്പോഴും ഒരുങ്ങിയിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.